ഹലോ ഫ്രണ്ട്സ്, PSC കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കാത്തിരുന്നത് പോലെ വിവിധ വകുപ്പുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെ മെയിൻ സിലബസാണ്. അതായത് ഒറ്റ പരീക്ഷയാണ് ഇത്തവണ നടത്തുന്നത്. PSC ഇതിനോടകം തന്നെ ഡേറ്റ് ഏകദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം വർഷാവസാനമാണ്, സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും LGSൻ്റെ എക്സാം നടത്തുന്നത്. അതായത് കാറ്റഗറി നമ്പർ 535/2023. ഇത് കഴിഞ്ഞ LGS മെയിൻസിൻ്റെ സിലബസ് അതിൽ തന്നെ മാറ്റമൊന്നുമില്ല, ഏകദേശം കറക്റ്റൊക്കെ തന്നെയാണ്. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, അതായത് കറണ്ട് അഫെയർ, സയൻസ് 10 മാർക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ പൊതുജനാരോഗ്യം ഒരു പാർട്ടാണ് 10 മാർക്ക്, പിന്നെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി, ലഘുഗണിതവും മാനസികശേഷിയും 20 മാർക്ക്. ഇത്രയുമാണ് LGS വേരിയസിൻ്റെ. അതായത് കഴിഞ്ഞ LGS വേരിയസിന് അതേ മെയിൻസിൻ്റെ സിലബസ് തന്നെയാണ്. പ്രിലിംസ് ഇല്ലാത്തതുകൊണ്ട് മെയിൻസിൻ്റെ സിലബസ് തന്നെയാണ് ഈ തവണയും. 2024 സെപ്റ്റംബർ ഒക്ടോബർ ആ മാസങ്ങളായിരിക്കും LGSൻ്റെ എക്സാം നടക്കുക. ഇനി ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരകാലവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യസമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. അതായത് 5 മാർക്കിനാണ്. 5 മാർക്കിനായിരിക്കും ഇന്ത്യൻ ഹിസ്റ്ററി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നുള്ളതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. അതായത് 5 മാർക്ക്. അപ്പോൾ 10 മാർക്കായി. ഇനിയുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സിമ്പിളായിട്ടുള്ള പോർഷനാണ്. പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ, 5 മാർക്ക്. ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, അതായത് ഇന്ത്യൻ ജോഗ്രഫിയാണ് ഈ 5 മാർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നുള്ളതാണ് കേരളത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്ക് ഏകദേശമുണ്ട്. കേരളം ജോഗ്രഫിയാണ്. അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതം, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായികരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഇത്രയും ഉൾപ്പെടുത്തിയാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ. ഇനിയുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, കൂടാതെ നവോത്ഥാന നായകന്മാരും. ഇതും എല്ലാം ചേർത്ത് 5 മാർക്ക്. ഇനിയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ശാസ്ത്ര സാങ്കേതിക മേഖല, കല, രാഷ്ട്രീയം, സാമ്പത്തികം, സാഹിത്യം, കായികം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ, 5 മാർക്ക്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് കറണ്ട് അഫെയർ. നമുക്ക് 2022-ലെയും 2023-ലെയും പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇത് 2024-ലാണ് എക്സാം. 2023-ലെ കറണ്ട് അഫെയർ എന്തായാലും പഠിച്ചിരിക്കണം. ചിലപ്പോൾ ചില പുരസ്കാരങ്ങൾ 2022-ലേക്കും ചോദിച്ചെന്ന് വരാം. 2024 കാര്യങ്ങളും വന്നിട്ടുണ്ട്. കൂടുതലും ഒരു വർഷം മുന്നുള്ളത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നുള്ള സയൻസ്, ബയോളജിയാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പുതിയ അറിവ്, ജീവകങ്ങൾ, വിറ്റമിൻസ്, അതിൻ്റെ ഡിസീസസ്, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനഭോഗങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. പിന്നെ ഫിസിക്സാണ്. ഫിസിക്സും കെമിസ്ട്രിയും, രസതന്ത്രവും ഭൗതികശാസ്ത്രവും, ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങൾ, അവയുടെ വർഗീകരണം, ഹൈഡ്രജൻ, ഓക്സിജൻ, രസതന്ത്രം, നിത്യജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിപ്രവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത് ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നുള്ളത് പൊതുജനാരോഗ്യമാണ്. പബ്ലിക് ഹെൽത്താണ്. സാംക്രമിക രോഗങ്ങൾ, രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യവിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇതിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, രോഗങ്ങളെ പറ്റി എപ്പോഴും എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നതായിരിക്കും. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ, അത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു പാറ്റേണാണ്. പിന്നെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി, സംഖ്യകൾ, ലസാഗ, ഉസാഗ, ഭിന്നസംഖ്യ, ദശാംശസംഖ്യ, വർഗം, വർഗ്ഗമൂലം, ശരാശരി, ലാഭം, നഷ്ടം, സമയം, ദൂരം, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, ഗണിതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ഇവ മാനസികശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയാണ്. തരംതിരിക്കൽ 10 മാർക്ക് വെച്ചിട്ടാണ്. ഭിന്നോറ്റാന കണ്ടെത്തൽ, വയസ്സുമായ പ്രശ്നങ്ങൾ, സ്ഥാനം നിർണ്ണയം. ഇതിൽ ഏറ്റവും അവസാനം നമ്മൾ വായിക്കേണ്ടത്, ഇത് കൂടാതെ തന്നെ ഈ ടോപ്പിക്സ് കൂടാതെ തന്നെ വേറെ ക്വസ്റ്റ്യൻസും ഇടാൻ PSCക്ക് അധികാരമുണ്ടെന്നാണ് അവസാനത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഈ സിലബസ് കൂടാതെ ചിലപ്പോൾ 3-4 ക്വസ്റ്റ്യൻ തന്നെ എക്സ്ട്രാ കഴിഞ്ഞ LGSനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് സിലബസ്. എല്ലാവരും ഒന്ന് കറക്റ്റ് ഫോളോ ചെയ്യുക.
എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത LGS VGS നിങ്ങളുടെ ലിസ്റ്റിലുണ്ടാവുമെന്ന് ആശംസിക്കുന്നു.